ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 40 വയസ്സായോ? അല്ലെങ്കിൽ 40 വയസ്സാവാൻ പോകുന്നു? 40 വയസ്സ് കഴിഞ്ഞോ? ടെൻഷനായിരിക്കും അല്ലേ? 40 വയസ്സിൽ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ്, അയ്യോ നമുക്ക് പ്രായമായോ, പ്രായം ആവാൻ പോകുന്നുണ്ടോ, നമ്മളുടെ സ്കിന്നിന് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, പിഗ്മെൻറ്റേഷൻ വന്നോ, നമ്മളെ സ്കിൻ ലൂസായോ എന്നൊക്കെ ഭയങ്കര ഒരു ആശങ്കയാണ് എല്ലാവർക്കും തന്നെ, എസ്പെഷ്യലി ലേഡീസിന്. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ കേൾക്കുന്ന ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കൂ, 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മളുടെ സ്കിൻ കെയറിൽ നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടത്? 40 വയസ്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ സ്കിൻ കെയർ എങ്ങനെ ആയിരിക്കണം അതാദ്യം മനസ്സിലാക്കണം. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ, നമുക്കിതൊന്നും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. കാരണം അതിനുള്ള ഒരു എന്താ പറയുക, അറിവുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അത്രയും ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ ത്രൂ മാത്രമല്ല കേട്ടോ, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഈവൻ ഗൂഗിളെടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും നോളേജ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയൊക്കെ നമ്മുടെ സ്കിൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. കാരണം നമുക്കെല്ലാവർക്കും ആഗ്രഹം, ഏത് പ്രായത്തിലാണെങ്കിലും എനിക്ക് ഇതുപോലെ ഇരിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കില്ല. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചു, എന്നെ കാണുമ്പോൾ ഞാൻ ഓക്കെയാണ്, ദൈവമേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതി. പിന്നെ ഒരു ഏജ് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി അയ്യോ എനിക്കിങ്ങനെ തന്നെ ഇരിക്കണേന്ന്. പിന്നെയും തോന്നി എനിക്കിതുപോലെ മതി. കാരണം ആ ഓരോ പ്രാവശ്യം നമുക്ക് കാണുമ്പോഴും ഓക്കെ ഞാൻ ബെറ്ററാണ്, ഞാൻ ഓക്കെയാണ് എന്നുള്ളൊരു ഫീൽ നമ്മുടെ ഉള്ളിൽ വരണം. അതാണല്ലോ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആക്ച്വലി എനിക്കിപ്പോഴാണെങ്കിലും എനിക്ക് തോന്നും ബിഫോർ ഞാൻ ഇരുന്ന പോലെ വരണം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ എങ്ങനെയാണോ ദൈവം എനിക്കിതുപോലെ തന്നെ എനിക്ക് ഇരുന്നാൽ മതി, എപ്പോഴും എനിക്ക് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ അത് നമ്മൾ ഏത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്കതുപോലെ ഇരിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. കാരണം എല്ലാവർക്കും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, 40 വയസ്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പല പാക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലുള്ള റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് നമുക്കറിയാം സ്കിൻ കെയർ റൊട്ടീൻ, ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പം നമ്മളുടെ CTM പ്രൊസീജിയർ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊളോജൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക, കൊളോജൻ സിറം യൂസ് ചെയ്യുക എന്നൊക്കെ, വൈറ്റമിൻ C എടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി നമ്മളെന്ന് വെച്ചാൽ ഓരോന്നും നമ്മൾ മോർണിംഗിൽ എന്ത് സിറം എടുക്കാം, ഈവനിങ്ങിൽ എന്ത് സിറം എടുക്കണം, ഏതാണ് ബെറ്റർ എന്നുള്ളതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടും. അതും ഒരു 40 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 40 വയസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഈ ഒരു രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് വരുവാണെങ്കിൽ 60 വയസ്സായാലും 70 വയസ്സായാലും 80 വയസ്സായാലും നമ്മളുടെ സ്കിൻ നമ്മളിപ്പോൾ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബിക്കോസ് ഒത്തിരി നോളജാണ്, ഞാൻ അത് എപ്പോഴും പറയും. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടാതെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ആക്ച്വലി നമ്മളുടെ സ്കിന്നിന് ഒരു 40 ഇയേഴ്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നോർമലി നമ്മുടെ ലേഡീസ് എന്ന് പറയുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഇങ്ങനെ മാറി വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസം വരും, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ സ്കിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ റിങ്കിൾസ്, നമ്മുടെ ഫൈൻ ലൈൻസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റണം, റിങ്കിൾസ് കുറയ്ക്കാൻ പറ്റണം, ഡ്രൈനെസ് മാറ്റി നമ്മളുടെ സ്കിൻ ടെക്സ്ചർ നമ്മൾ സോഫ്റ്റാക്കി കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ ഫൈൻ ലൈൻസ് സോഫ്റ്റ് ആക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം നിങ്ങൾ ഒരുപാട് സിറം ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ എപ്പോഴും നിങ്ങൾ കണ്ടൻറ്റ് നോക്കണം. AHA BHA, ആൽഫ ഹൈഡ്രേറ്റിക്കും ബീറ്റ ഹൈഡ്രേറ്റിക്, ഇത് രണ്ടും നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അത് അടങ്ങിയിട്ടുള്ള സിറം നോക്കുക. AHA ആൻഡ്
BHA. അപ്പോൾ ഇത് ഉണ്ടോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ആൽഫ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളുടെ ഫൈൻ ലൈൻസിനെ സോഫ്റ്റ് ആക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് BHA, അപ്പോൾ ഇത് രണ്ടും അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കത് ഏതിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ റെറ്റിനോൾ യൂസ് ചെയ്യുക. രാത്രി റെറ്റിനോൾ എടുക്കുക. അതും നമ്മളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസം വരുത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റെറ്റിനോൾ നമ്മളുടെ സ്കിന്നിന് എന്ത് ചെയ്യും? എപ്പോഴും നമുക്ക് ഇങ്ങായിട്ട് നിർത്താനും നമ്മളുടെ സ്കിൻ നല്ല ആൻറ്റി ഏജിങ്ങിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഐയുടെ ഭാഗം എങ്ങനെയുണ്ടാവും? നല്ലപോലെ കുറച്ച് ലൂസായിട്ടുണ്ടാവും. റിങ്കിൾസ്, ഈ ഏരിയ എല്ലാം തന്നെ റിങ്കിൾസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, കാരണം പതുക്കെ നമ്മളുടെ ഐയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങും. കാരണം നമ്മൾ സ്കിന്നിന് പതുക്കെ ഒരു റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് വലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഐ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്ലസ് ഈ അണ്ടർ ഐ കുറച്ച് പെട്ടെന്ന്, കാരണം അത്രയും സോഫ്റ്റാണ്, സെൻസിറ്റീവ് ഏരിയ ആണ്, പെട്ടെന്ന് തന്നെ ആ ഒരു ഏരിയ നമുക്ക് റിങ്കിൾസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ അണ്ടർ ഐ ക്രീം പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. അത് എപ്പോഴായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ നൈറ്റ് അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നത് വളരെ റിസൾട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ AHAയുടെയും BHAയുടെയും സിറം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് ഏതാണെന്നുള്ളത് അത് ചോദിക്കാം. പിന്നെ അണ്ടർ ഐ പ്രൊഡക്റ്റ് അറിയണമെങ്കിൽ ചോദിക്കാം. റെറ്റിനോൾ അത് രാത്രിയാണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്, അത് എടുക്കാം. പക്ഷേ മാം ഇത്രയും പ്രൊഡക്റ്റുകൾ എടുക്കണോ എന്ന് ചോദിച്ചാൽ എടുക്കണം. ഇത് കൂടാതെ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിർബന്ധമായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഫോളോ ചെയ്യണം. മനസ്സിലായോ? സൺസ്ക്രീൻ മസ്റ്റാണ്. കാരണം നമ്മളൊരു ഏജിലേക്ക് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ സ്കിൻ എന്താ പറയുക, ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ നോർമലി നമ്മളൊരു 30 വയസ്സിലിരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു 40 കഴിയുമ്പോൾ. പെട്ടെന്ന് തന്നെ നമ്മൾ സ്കിന്നിലേക്ക് എന്താ പറയുക, പുറത്ത് പോകുമ്പോൾ സൺ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന ടാനും കാര്യങ്ങളും കൊണ്ട് സ്കിൻ ഡാമേജ് ആവാനുള്ള പ്രശ്നം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സൺസ്ക്രീൻ എല്ലാ ദിവസവും മറക്കാതെ, നിങ്ങൾ ഇപ്പോൾ ഈവൻ വീട്ടിലിരിക്കുവാണെങ്കിലും സൺസ്ക്രീൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സൺസ്ക്രീൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു 40 ഏജ് കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നമില്ല. ഏജ് എന്നുള്ള ഒരു മാറ്ററേ അല്ല. നമുക്ക് എപ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയുക, യങ് ലുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്കതുപോലെ കിട്ടും. പ്ലസ് നമുക്കറിയാം എന്താ പറയുക, നമുക്കൊരു 40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് കണ്ടുവരുന്നത് സ്കിൻ ലൂസാവുന്നതായിട്ട് കാണാം. സെക്കൻഡ് നമ്മൾ കണ്ട് സ്കിൻ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്തിടണം. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ്, നിങ്ങൾക്ക് അറിയാം, നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ ഡോട്ട്സ് ആയിട്ട് കുത്തുകളെ പോലെ കാണും. ഓരോ ചെറിയ ഡോട്ട്സ്. എന്താണത്? അത് ആ ഭാഗത്തുള്ള സെൽസ് ഡാമേജ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡോട്ട്സ് പോലെ നമുക്ക് കാണാം. പിന്നെ അത് പിഗ്മെൻറ്റേഷനിലേക്ക് എത്താം. അതുപോലെ തന്നെ നമുക്ക് പറയാം ലിപ്പിന് ചുറ്റുമൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് കാണപ്പെടും. അതുപോലെ അണ്ടർ ഐ ഭയങ്കര ചുളിവും ഡാർക്കായിട്ടൊക്കെ. ഇതെല്ലാം നമുക്ക് നമ്മളുടെ സ്കിൻ ടെക്സ്ചർ മാറും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടാവിച്ച് ചെറുതായിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ഒത്തിരി കൂടുന്നതായിട്ട് നമുക്ക് കാണപ്പെടും. സ്കിൻ റൊട്ടീൻ ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒത്തിരി ആൾക്കാർ, എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്, വീട്ടമ്മമാരാണെങ്കിലും ശരി, വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ശരി, എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ എല്ലാ വീഡിയോയിലും പറയാം, അതിനുള്ള സമയം കാണില്ല. അത് കുറച്ച് ദിവസം ചെയ്യും, പിന്നെ ചെയ്യാറില്ല. നമുക്കറിയാം വീട്ടിൽ കിട്ടുന്ന ഒരുപാട് ഒത്തിരി നല്ല പാക്കുകൾ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ നമുക്ക് സിറം യൂസ് ചെയ്യാം. സിറം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് രാവിലെ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, ടോണർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ആഫ്റ്റർ മോയ്സ്ചറൈസർ, ദെൻ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. രാവിലെ നിങ്ങൾ എടുക്കുവാണ്,
ഇപ്പോൾ ആൽഫ ഹൈഡ്രേറ്റിക് ആസിഡ് കണ്ടൻറ്റ് വരുന്നതും BHA വരുന്നതും AHA വരുന്നതും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏത് സമയത്ത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ രാവിലെ എടുക്കാം. രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യാം, ദെൻ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുക, ദെൻ മോയ്സ്ചറൈസർ ഇടുക, ദെൻ സൺസ്ക്രീൻ ഇടുക. ഈ 4 പ്രൊസീജിയറാണ് നമ്മൾ ഡേ ടൈമിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അപ്പോൾ മാം ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കെല്ലാം ആഗ്രഹമാണ് ഭയങ്കര സൂപ്പർബായിട്ട് ഇരിക്കണം, പക്ഷേ നമ്മൾ ചെയ്യാൻ ഭയങ്കര നമ്മളിത് പറഞ്ഞു തന്നുകൊണ്ടൊന്നും വലിയ കാര്യമായിട്ടില്ല. കാരണം എത്ര ദിവസം നിങ്ങളിത് ചെയ്യുന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാം. കാരണം പലർക്കും മടി മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. രാവിലെ ആണെങ്കിലും വീട്ടിൽ പല തിരക്കുകളും ഉണ്ടാവും അല്ലേ, കുട്ടികളുടെ സ്കൂള് കാര്യങ്ങൾ, മക്കളുടെ അങ്ങനെ പല 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 തിരക്കുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളുടെ റൊട്ടീൻ നമുക്കതുപോലെ ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ പറ്റിയെന്ന് അങ്ങനെ ഇരിക്കണമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മിററിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഭയങ്കര ഒരു വിഷമവും ദേഷ്യമൊക്കെ തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വരാതെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോടൊരു സ്നേഹവും ഇഷ്ടവും, നമുക്കെപ്പോഴും ഇഷ്ടം ആദ്യം നമുക്ക് സെൽഫായിട്ട് നമുക്ക് നമ്മളോട് വേണം അല്ലേ, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു സന്തോഷം തോന്നത്തുള്ളൂ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നന്നായിട്ടിരിക്കുക, നമ്മളെ കാണുമ്പോൾ നമ്മൾ ഓക്കെയാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം രാവിലെ വീട്ടിലെ കാര്യങ്ങളും പ്രശ്നം ഇതൊന്നും വെച്ച് നമുക്ക് ഇത്രയും പ്രൊസീജിയർ, നിങ്ങളിത് കേൾക്കുമ്പോഴാണ് ഇത്രയും പ്രൊസീജിയർ നമ്മൾ ചെയ്ത് വരുമ്പോൾ. ഇപ്പോൾ ഫേസ് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ക്ലെൻസ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു ടവൽ വെച്ച് ഡ്രൈ ചെയ്തെടുക്കുക, ദെൻ ടോണർ യൂസ് ചെയ്ത് കൊടുക്കുക. ടോണർ കൊടുത്ത് 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടി, ദെൻ ആഫ്റ്റർ നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യുക, അതും 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ദെൻ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ബ്ലെൻഡ്. ഇതിന് നമുക്ക് എല്ലാം കൂടെ എടുക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5-10 മിനിറ്റ് സമയമാണ് ഇതിന് വേണ്ടത്, കൂടുതൽ സമയം എന്ന് പറയുവാണെങ്കിൽ. അത്രയും ഒരു സമയം നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്ക് നമ്മളെ കാണുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാലും ഞാൻ ഓക്കെ എന്ന് തോന്നണ്ടേ എന്ന് മൈൻഡിൽ ചിന്തിക്കുക, എന്നിട്ട് ചെയ്യുക. രാത്രി എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്യാം, ടോണർ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ റെറ്റിനോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത്രയും കാര്യങ്ങൾ രാത്രി മതി കേട്ടോ. ഈ 4 പ്രൊസീജിയറും രാത്രി ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്താൽ നമ്മൾ 40 എന്നല്ല 50 എന്നല്ല 60, 70, 80 കഴിഞ്ഞാൽ ദൈവം എല്ലാവർക്കും ദീർഘായുസ് തരട്ടെ, നന്നായിട്ട് ഹെൽത്തി ആയിട്ടും ആരോഗ്യത്തോടു കൂടി സൗന്ദര്യത്തോടു കൂടി ഇരിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഏത് പ്രായത്തിലും നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഓക്കെയാണ്, ബെറ്ററാണ് എന്നുള്ളൊരു തോന്നൽ വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. കമൻറ്റ് ചെയ്ത് ആർക്കൊക്കെയാണ് ഈ സെറം വേണ്ടത്, ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് വേണ്ടതെന്ന് ചോദിക്കുക, ഞാനത് റിപ്ലൈ ചെയ്യാം. കമൻറ്റിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.